എൻ്റെ പേര് ഐഷ നിമ. എൻ്റെ സ്കൂൾ MMLP സ്കൂൾ പൊന്നൈക്കുളം. ഞാൻ ഇന്ന് വായിക്കാൻ പോണ ബുക്കിൻ്റെ പേര് ഇനി പാൽ വേണ്ടമ്മേ. ഇരി തേടാൻ പഠിക്കുന്ന രണ്ട് കുസൃതി പൂച്ചക്കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും. ഇതിന്റെ രചന ഡിപ്പി കലാധാരൻ ചിത്രീകരണ സന്ദീപ് ലൂയിസ്. പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിപ്പാണ്. അമ്മ വരട്ടെ, തുറന്നു പറയണം. എന്നും ഇങ്ങനെയായാൽ പറ്റില്ലെന്ന് അമ്മ വന്നു അവൾ പരാതിപ്പെട്ടു. മടുത്തു. പാൽ കുടിച്ചു മടുത്തു. രാവിലെ പാൽ, ഉച്ചക്ക് പാൽ, സർവനേരം പാൽ. ഇനി മുതൽ വേറെ തീറ്റ മതി. പാല് വേണ്ട. അമ്മ പൂച്ചയ്ക്കു ചിരി വന്നു. പുറത്തു മഴ തുടങ്ങി. അമ്മ അവരെ ചേർത്തു പിടിച്ചു. അമ്മേ, നാളെ മുതൽ ഞങ്ങൾക്ക് എന്തൊക്കെയാ തിന്നാൻ തരിക? പൂച്ച കുഞ്ഞുങ്ങൾ ചോദിച്ചു. അമ്മ അവരെ വാത്സല്യത്തോടെ നക്കി കുടച്ചു. തള്ളപ്പൂച്ച പറഞ്ഞു തുടങ്ങി. നമ്മൾ പൂച്ചകൾ മീൻ തിന്നു. മീൻ എവിടെയാ ഉള്ളത്? വെള്ളത്തിൽ. പൂച്ചക്കുഞ്ഞുങ്ങൾ പരസ്പരം നോക്കി. റെഡി 1 2 3. ഒരൊറ്റ ഓട്ടം. പുറത്ത് മഴ, മുറ്റം നിറയെ വെള്ളം. അവൾ മീൻ പിടിക്കാൻ വെള്ളത്തിൽ ഇറങ്ങി. എവിടെ നീ? കുറെ ഉണങ്ങിയ ഇലകൾ മാത്രം. അവൾ മടങ്ങി എത്തി. മുഖം വീർപ്പിച്ച് ഇരിപ്പായി. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. കേൾക്കാത്ത പാതി. എന്തിനാ ഓടിയത്? അമ്മ ചോദിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്
പുറപ്പെടാവും തിടക്കം വേണ്ട ട്ടോ. ട്ടോ. ആ ഉപദേശം ഉപദേശം അവർക്കും രസിച്ചില്ല. അവർ പിണിഞ്ഞിരിപ്പാണ്. നാളെ നമ്മൾക്ക് ഇരിപ്പിടിക്കാൻ പോകാം. അമ്മ അവരെ ആശ്വസിപ്പിച്ചു. മുഹമ്മദ് മാതി. MMLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഉണ്ടായ കഥ. രചന ഡോക്ടർ കെ ശ്രീകുമാർ. ചിത്രീകരണം TR രാജേഷ്. പണ്ടൊരു അറുപിശുക്കൻ കുട്ടിയുണ്ടായിരുന്നു. അവന്റെ പെരുവയറോ ഇപ്പോൾ പൊട്ടുമെന്ന് മട്ടിൽ വീർത്തിരുന്നു. ആ പെരുവയറ്റിലാണ് ലോകത്തെ കഥകളെല്ലാം ഞെരുങ്ങി കഴിഞ്ഞത്. ചങ്ങാതി ഒരു കൊച്ചു കഥ പറഞ്ഞു തരാമോ? അയലത്തെ കുട്ടികൾ പിശുക്കൻ കുട്ടിയോട് ചോദിച്ചു. കഥ പോയിട്ട് കാ പോലും പറഞ്ഞു തരില്ല. കാലൊടിച്ചിട്ടു പിശുക്കൻ കുട്ടി കരഞ്ഞു കലങ്ങി. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ് MMLP സ്കൂൾ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഓടിവായു കിയോ. കോഴിയമ്മ കോഴിക്കോട് പോയി ഒരു കോഴിക്കൂട് വാങ്ങി. പുതിയ കൂട്ടിൽ താമസം തുടങ്ങി. പുത്തൻ കൂട്. ആ കൂട് കാണാൻ അയൽക്കാർ വന്നു. ആദ്യം വന്ന ഉറുമ്പ് പറഞ്ഞു, നല്ല ഭംഗി. കോഴിയമ്മ എല്ലാവർക്കും നല്ല സമ്മാനം കൊടുത്തു. എന്താണെന്നോ, നല്ല കുത്ത്. പാറ്റ പറഞ്ഞു, ഓടിക്കോ അയ്യോ ഓടിക്കോ. പഴുത്താര നിലവിളിച്ചു, അയ്യോ എന്നെ കൊത്തല്ലേ. പിന്നെ പുഴു വന്നു. പഴുതാര വന്നു. പല്ലിയും ചിതലും ചെള്ളും ചിലന്തിയും വന്നു. എല്ലാവരും പറഞ്ഞു, നല്ല ഭംഗി. എൻ്റെ പേരാണ് ഫാത്തിമ ഷഹീബ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് MMLP സ്കൂൾ, ഉപ്പുങ്ങൽ സ്കൂൾ. ചിഹ്നവും മിന്നവും കള്ളനെ പിടിക്കുന്ന കഥ. രചന സിന്ധു രവിശങ്കർ. ഗിരീഷ് AV.
ബാഗിൽ കാരറ്റ് വെച്ച് കൊടുക്കുന്നു. ചിന്നവും മിന്നുവും സ്റ്റേഷനിലേക്ക് പോകുന്നു. അമ്മ സാധനങ്ങൾ ഉണ്ടാ നോക്കുന്നു. അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു. സ്റ്റേഷനിൽ ആൾക്കാർ പോകുന്നുണ്ടാ നോക്കുന്നു. സ്റ്റേഷനിൻ്റെ അവിടെ ഒരു കാർ നിർത്തിയിടുന്നു. അതിൻ്റെ കാറിൻ്റെ ഡോർ അടച്ചിട്ട് ഒരു പെൺകുട്ടി വരുന്നു. മിസ്റ്റി പറഞ്ഞൊരു പെണ്ണ് കരയുന്നു. കള്ളന്മാര് മാല കട്ട് കൊണ്ടുപോകുന്നു. മിസ്റ്റി ഇങ്ങനെ കരയുന്നു. തോക്ക് കൊണ്ട് കള്ളൻ പിടിച്ച് രക്ഷപ്പെടുന്നു. ചിന്നവും മിന്നുവും അവരുടെ കയ്യിലുണ്ടായിരുന്ന കാരറ്റ് വലിച്ച് എറിയുന്നു. എന്നിട്ട് അവര് ആ കാരറ്റ് വഴിക്ക് വീഴുന്നു. അപ്പ മാല തെറിക്കുന്നു. അപ്പ ചിന്നുവിനും മിന്നുവിനും ആ മാല കിട്ടുന്നു. അപ്പോൾ ആ മിസ്സി ആ മാല ചിന്നുവും മിന്നുവിനോടും താങ്ക് യു പറയുന്നു. മിന്നുവിനും എന്താ വേണ്ടി ചോദിക്കും. അപ്പൊ അവര് പറയും കാരറ്റ് വേണമെന്ന്. അപ്പൊ ഒരു പെട്ടി കാരറ്റ് അവർക്ക് കൊടുക്കും. അപ്പൊ അവരെല്ലാരും കൂടിയിട്ട് അമ്മൂമ്മന്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ പേര് ആദം റസൽ. ഞാൻ ഉപ്പുങ്കൽ MMLP സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പൂച്ച എവിടെ? ആ പൂച്ച എവിടെ? കഥയും ചിത്രങ്ങളും മഞ്ജുള പത്മനാഭൻ. പൂനി എവിടെ? മിന്നി ചോദിച്ചു. എനിക്കറിയില്ല, അവളുടെ അമ്മ പറഞ്ഞു. പൂനി മിന്നി നീട്ടി വിളിച്ചു. പക്ഷേ പൂനി വിളി കേട്ടില്ല. അവൾ കാക്കയെ നോക്കി ഇരിപ്പാണ്. നിങ്ങൾ എൻ്റെ കുഞ്ഞു പൂനിയെ കണ്ടോ? ഇല്ലല്ലോ, കൈനോട്ടക്കാരി പറഞ്ഞു. കുഞ്ഞോ, ഞാനൊരു പൂനിയെയും കണ്ടില്ല. ഞാൻ കണ്ടില്ല. നിങ്ങളാരെങ്കിലും എൻ്റെ പൂനിയെ കണ്ടോ? ഓറഞ്ച്
നിറത്തിലുള്ള വാലുള്ള പൂനിയെ ഇല്ല മിന്നി ടീച്ചറമ്മ പറഞ്ഞു. മോൾ നടപ്പാതയിലേക്ക് കേറി നിൽക്ക്. പൂനിയെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാം. പൂനിയെ എങ്ങും കണ്ടില്ല. റോഡിലൂടെ വാഹനങ്ങൾ തിരക്കിട്ടു പോകുന്നുണ്ട്. മോൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ മോളുടെ അമ്മ വിഷമിക്കും. ടീച്ചറമ്മ പറഞ്ഞു. അവളുടെ കുഞ്ഞു പൂനിയെ കാണാതായി എല്ലാവരും പറഞ്ഞു. ഓറഞ്ച് പാലും കൂർത്ത ചെവിയും ചെവികളുമുള്ള അവൾ വല്ലാത്ത കുറുമ്പിയാണ്. മോൾ ഇതുവരെ എവിടെയായിരുന്നു? അമ്മ ചോദിച്ചു. നിന്നെയും കാത്ത് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. മിന്നി അത്ഭുതപ്പെട്ടു പോയി. പൂനി മ്യാവ് മ്യാവ്. എൻ്റെ പേര് ഫിദ ഫാത്തിമ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് MMLP സ്കൂൾ. ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഉറുമ്പ് കൊട്ടാരം. രചന ശ്രീലാൽ. ചിത്രീകരണം വിജയൻ നെയ്യാറ്റിൻകര. അമ്മുകുട്ടിക്ക് അമ്മാവൻ പിറന്നാൾ സമ്മാനമായി കൊടുത്തതെന്തെന്നോ? ഒരു ഗ്രാൻഡ് ലെൻസ് കൊണ്ട് ചുറ്റുമുള്ള എല്ലാത്തിനെയും നിരീക്ഷിക്കുകയാണ്
ഇപ്പോഴവളുടെ പ്രധാന ജോലി. ഇലകൾ, പൂക്കൾ, കുറിഞ്ഞി പൂച്ചയുടെ മീശ. അങ്ങനെ ലെൻസുമായി നടന്ന് അവൾ ഒരു കാട്ടിലെത്തി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ചോദ്യം. ഏയ്, ഒന്നിങ്ങൊന്നു വന്നോ, അതിലൂടെ എന്ന് നോക്കാമോ? അമ്പട ഉറമ്പച്ച, നീ ആളെ കൊള്ളാമല്ലോ. എൻ്റെ പേര് ഷെൽസ. ഞാൻ MMLP സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന പുസ്തകം നിങ്ങൾ എൻ്റെ അമ്മയാണോ? രചന PD ഈസ്റ്റ്മാൻ. പരിഭാഷ ജയ് സോമനാഥൻ. ചിത്രീകരണം ബാബുരാജൻ. അമ്മ പക്ഷി മുട്ട മേൽ അടയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുട്ട ഒന്ന് കുലുങ്ങി. അകത്തൊരു കുഞ്ഞി കുത്തി മറിയൽ. തരക്കേടില്ലല്ലോ. പുറത്ത് ചാടാനുള്ള വെപ്രാളമാവും. പുറത്തേക്ക് വന്ന പിന്നെ വലിയ വിശപ്പാവും. പുറത്ത് പോയി കുഞ്ഞിനെ തിന്നാൻ എന്തെങ്കിലും ശേഖരിച്ച് കൊണ്ടുവരാം. അമ്മ പക്ഷി മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് ചിറകടിച്ച് പറന്ന് പോയി. അതിനിടയിൽ അമ്മ പക്ഷിയുടെ കുഞ്ഞ് മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തിറങ്ങി. എൻ്റെ അമ്മ എവിടെ? കുഞ്ഞിപ്പക്ഷി ചോദിച്ചു. അവൻ അമ്മയെ കാണാനായി ചുറ്റും നോക്കി. അവൻ മേലോട്ട് നോക്കി. അമ്മയെ എവിടെയും കണ്ടില്ല. താഴോട്ട് നോക്കി. അവിടെയും കാണാനായില്ല. അമ്മയെ കാണാനായി. എൻ്റെ പേര് ഐഷ നസർ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് MMLP സ്കൂൾ. ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഇസ്മത്തിൻ്റെ ഈദ്. ചെരുപ്പ് കുത്തി. വലിയ തിരക്കിലായിരുന്നു. നാളെയാണ് ഈദ് ദിവസം. മുഴുവൻ പുതിയ ചെരുപ്പ് വാങ്ങാൻ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അവ ഏറെക്കുറെ വിറ്റു തീർന്നിരിക്കുന്നു. ഇസ്മത്ത് ദീർഘമായി
നിശ്വസിച്ചു. ഇനി എനിക്ക് വീട്ടുകാർക്കുള്ള സമ്മാനങ്ങൾ വാങ്ങാൻ പോകാം. ഇസ്മത്ത് തൻ്റെ ചെറിയ ചെരുപ്പുകട പൂട്ടി തുണിക്കടയിലേക്കു നടന്നു. അസ്സലാമു അലൈക്കും. ഹംസ ഇസ്മത്ത് വസ്ത്ര വ്യാപാരമായി അഭിവാദ്യം ചെയ്തു. ഞാനെൻ്റെ ഭാര്യയ്ക്ക് ഇതിന് ബുർഗ വാങ്ങാൻ വന്നതാണ്. വലൈക്കും സലാം. ഹംസ പ്രഖ്യാപിച്ചു. വാദ്യം ചെയ്തു. എൻ്റെ പകൽ വാർക്കു പറ്റിയ ഒന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു പാടയും എൻ്റെ കനയുടെ മുത്തു പിടിപ്പിച്ച് എംബ്രോയിഡിങ് ചെയ്ത കടു നീല നിറത്തിലുള്ള പട എടുത്തു കാണിച്ചുകൊണ്ട് ഹംസ ചോദിച്ചു. ഇനി എൻ്റെ മകൾക്കായി കുറച്ചു വളകൾ വേണം. ഹംസ 100 കണക്കിനു വളകൾ ുള്ളതായിരുന്നു. വളകൾ ഇസ്മത്തിനെ കാണിച്ചു. എല്ലാം വളരെ ഭംഗിയുള്ളതായിരുന്നു. അതുകൊണ്ട് തിരഞ്ഞെടുക്കുക പ്രയാസമായി. ഇസ്മത്ത് തൻ്റെ ഇസ്മത്തിന് തരാൻ വാങ്ങിയ സമ്മാനങ്ങളിൽ സന്തോഷിതമായി ഹംസക്കും പണം നൽകി. ഇസ്മത്ത് പോകാനായിരിക്കെ എൻ്റെ പേര് ഐഷ അസ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് MMLP സ്കൂൾ പുന്നൂർകുളം. ഞാൻ പറയാൻ പോകുന്നത് പുസ്തകത്തിൻ്റെ പേര് ദിയമോളുടെ തൂവൽ. ദിയമോളുടെ തൂവൽ. എസ് ശാന്തി ചിത്രീകരണം സുജിത വാസുദേവൻ. ദിയമോളുടെ തൂവൽ. ദിയമോളുടെ മോൾക്ക് വീടിൻ്റെ അകത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല. എപ്പോഴും അവൾക്ക്
മുറ്റത്ത് ഓടി കളിക്കണം. ഒരു ദിവസം അവളുടെ മുന്നിൽ വളരെ സുന്ദരമായ എന്തോ വന്നു. എവിടെ നിന്നും പറന്നു വന്നു. നീല നിറമുള്ള വളരെ നേർത്ത ഒന്ന്. ആരോ അവൾക്ക് എറിഞ്ഞു കൊടുത്ത് സമ്മാനം പോലെ ദിയക്ക് സന്തോഷമായി. അവളതിനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അതു വെച്ച് മുഖത്ത് തലോടി. ദിയക്ക് കിക്കിളിയായി. അത് കണ്ടോ അമ്മേ? എന്താ ഇത്? അവൾ അമ്മയോട് ചോദിച്ചു. ഹാരം ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടി? ആരോ എനിക്ക് സമ്മാനം തന്നതാണ് അമ്മേ. ആകാശത്തിൽ നിന്നും പറന്നു വരികയായിരുന്നു. എൻ്റെ പേരാണ് ഐഷ സ്വാലിഹ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് MMLP സ്കൂൾ പുളിയക്കുളം. ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു പ്ലാവിലെ കഥ. അനിത എഫ്. ചിത്രീകരണം TR രാകേഷ്. ഒരു പ്ലാവും കുറെ കാഴ്ചകളും. ഇന്നത്തെ കാറ്റിൽ എത്ര ഇലകൾ വീണു. മഞ്ഞ നിറമുള്ള ഇലകൾ, പച്ച നിറമുള്ള ഇലകൾ, ചില